നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അഴിമതി കഥ നാഷണൽ ഹെറാൾഡ് കേസ്. ആ കേസിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഒരു കേസ് കൂടി എടുത്തിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ അമ്മയും മകനും ജയിലിലേക്ക് പോകുമോ? അല്ല, ഇത് അതിനേക്കാൾ ഗുരുതരമായ രീതിയിലേക്കാണ് ഈ വിഷയങ്ങൾ പോകുന്നത്. എപ്പോൾ വേണോ അറസ്റ്റ് ചെയ്യാവുന്ന വിധത്തിൽ ഉള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ED ഉൾപ്പെടെയുള്ളവർ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഇത് വലിയ ഒരു അക്രമം തന്നെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ വാദിച്ചു വരുന്ന കാര്യമാണ്. അതായത് 38% വരുന്ന ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിൻ്റെ AJLൻ്റെ ഷെയർ അവർ 50 ലക്ഷം രൂപയ്ക്ക് കൈക്കലാക്കി എന്നുള്ളതാണ്. ആ ഗാന്ധി ഫാമിലി മൊത്തം 50 ലക്ഷം രൂപയ്ക്ക് 38% ഷെയർ. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ 50 ലക്ഷം രൂപയ്ക്ക് ഷെയർ എടുത്തപ്പോൾ അതിൽ 2000 കോടി രൂപയുടെ ആസ്തി കൂടി കൈവശം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് ED ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ 2000 കോടിയുടെ ആസ്തിക്ക് 50 ലക്ഷം എങ്ങനെ തുല്യമാവും? അപ്പോൾ അവിടെ ക്രമവിരുദ്ധമായ പലതും നടന്നിട്ടുണ്ടെന്ന് ED സംശയിക്കുന്നു. അതിലാണ് ആദ്യമായിട്ട് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വന്നിരുന്നത്. ആ ബേസിൽ ഇത് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തങ്ങളുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രീയ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ടും ഇങ്ങനെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തെ കൈക്കലാക്കുകയായിരുന്നു. അതിനുവേണ്ടി അതിൻ്റെ സ്വത്തുക്കൾ കൂടെ ഇത്തരത്തിൽ കൈക്കലാക്കി എന്നുള്ളതാണ് ഇതിലത്തെ ചാർജ്. ആ ചാർജ് നിലനിൽക്കവേ ആണ് ഇപ്പോൾ മറ്റൊന്നും കൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാലെ പുറമെ വലിയ ഗൂഢാലോചന കൂടെ നടന്നിരിക്കുന്നു. പക്ഷേ എന്നാൽ കോൺഗ്രസ് ഇത് പറയുന്നത് ഇത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഒരു വലിയ പ്രതികാരമാണ് കാണിക്കുന്നത്. ഞങ്ങളെ കുരുക്കിലാക്കാൻ, പ്രതിയാക്കാൻ, കോടതിയിലാക്കാൻ, ജയിലിലാക്കാൻ കോൺഗ്രസ് പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? കാരണം ഇതൊരു പ്രതികാര രാഷ്ട്രീയമാണ്, അത് പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അതിൽ വ്യക്തത ഇല്ല എന്ന് മാത്രമല്ല, അതിന് ഇന്ന് രവിശങ്കർ പ്രസാദ് എന്ന മുൻ നിയമമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ MP അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നരേന്ദ്രമോദിയുടെ തലയെ കെട്ടിവെക്കരുത്. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പേ നിലവിലുള്ള കേസാണ്. അദ്ദേഹം ഈ സ്ഥാനത്തൊക്കെ വരുന്നതിന് മുമ്പേ നിലവിലുള്ള കേസാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റേതാണെന്ന് പറയാൻ കഴിയുക എന്ന് അദ്ദേഹം ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതേസമയം മനു അഭിഷേക് സിംഗ്വി പറയുന്നത്, ഞാനിത് ഇതിൻ്റെ ട്രിബ്യൂണൽ കോർട്ടിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വാദിച്ചപ്പം ഞാനിത് പൊളിച്ചടുക്കിയതാണ്, യാതൊരു വിധത്തിലും കുറ്റക്കാരല്ല സോണിയയും രാഹുലും എന്നൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കഥ മുഴുവൻ അവതരിപ്പിച്ച് അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ്. അല്ല, അത് ഈ കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒരു തെറ്റിദ്ധാരണയാണോ ഈ നെഹ്റു കുടുംബം അഴിമതി കാണിക്കില്ല എന്നത്? അല്ല, അവരത് അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് ആ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള അവർ നമ്മളിവിടെ ദൈവതുല്യർ എന്ന് പറഞ്ഞ പോലെയാണ് അവർ കണക്കാക്കുന്നത്. നമ്മുടെ പത്മകുമാർ പറഞ്ഞില്ലേ, ദൈവതുല്യരായവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചിലരുണ്ട്. ചിലരെ ദൈവതുല്യരായി കണക്കാക്കുകയാണ്. ദൈവം ഒരിക്കലും തെറ്റിയില്ലല്ലോ. അതാണ് അവരും വിശ്വസിക്കുന്നത്. സോണിയയും രാഹുലും ഒന്നും ഒരിക്കലും തെറ്റിയില്ല. അതിന് മുമ്പോട്ട് ഉള്ള അവരുടെ ഗാന്ധി ഫാമിലിയിലുള്ള ആരും തന്നെ തെറ്റിയില്ല എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്, ഞാനിത് ബാധിച്ച് തകർത്ത കേസാണ്, ഇതിനകത്തൊരു കഥയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ക്ലോസും കൂടെ ചേർത്തിരിക്കുന്നത്. അവരെ ഒന്നുകൂടെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് ഈ ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും പൂട്ടാം. അപ്പോൾ ഡയറക്റ്റായിട്ട് തെളിവുകൾ വേണമെന്നില്ല, ഇൻഡയറക്റ്റായിട്ടും കൂടെ ഇതിനകത്ത് കൈകടത്തിയിട്ടുണ്ട് എന്ന് പറയാനായിട്ടാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗൂഢാലോചനയാകുമ്പോൾ ഇവർ കുറച്ചുകൂടെ കൂടുതൽ ഇതിനകത്ത് പിന്നെ നിയമത്തിൻ്റെ മുമ്പിൽ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള തെളിവുകൾ ആവശ്യമില്ലല്ലാതെ തന്നെ രാഹുലിനെയും സോണിയയും കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്തായാലും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പുറമേ ഇവരുടെ പ്രിയങ്കരനായ സാം പിത്രോദ, അതുപോലെ തന്നെ സുമൻ ദുബെ എന്നീ കോൺഗ്രസ് നേതാക്കളും ഇതിൽ പ്രതിയായിട്ടും നിൽക്കുന്നുണ്ട്. അതിന് പുറമെ ഇവരുടെ ഇതിൻ്റെ പ്രൊമോട്ടറായിട്ട് നിന്നിരുന്ന സുനിൽ ഭണ്ഡാരി ഇപ്പോൾ പ്രതിയായിട്ടുണ്ട്. അങ്ങനെ കേസ് കുറച്ചുകൂടെ ദുരൂഹമായിട്ടുണ്ട്. കുറച്ചുകൂടെ അതിനകത്ത് പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ തെളിയാനുണ്ട്. ആ തെളിയാനുള്ളത് ഇപ്പോൾ EDക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ രാഷ്ട്രീയമാരെ നോക്കുകയാണെങ്കിൽ
എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയം. ബീഹാറിലായാലും മഹാരാഷ്ട്രയിലായാലും ഡൽഹിയിലായാലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനമുള്ള, രാഹുൽ ഗാന്ധി നയിച്ചാൽ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അഴിമതിക്കഥ കൂടെ പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ? ഇതൊന്നും ഇല്ലാതെ തന്നെ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി ആയി കഴിഞ്ഞു. നമ്മൾ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ്റെ സംഭാഷണം നമ്മൾ കേട്ടതാണ് അല്ലേ? അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഈ പാർട്ടിക്കകത്ത് ഈ പരിവാർ കുടുംബം മാറിയല്ലാതെ, ഈ ഗാന്ധി കുടുംബം ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലാതെ ഒരു സ്ഥാനത്തും പാടില്ലെന്നാണ്. MP സ്ഥാനത്ത് പോലും പാടില്ല. ഇപ്പം 3 പേര് MP ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. 150 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് 540 പേർക്ക് ഉള്ള സീറ്റിനിടയ്ക്ക് 550 പിന്നെ രാജ്യസഭയിലും കൂടെ ചേർത്തിട്ടാണ് എന്ന് കൂട്ടാം. അപ്പോൾ ഒരു 700 സീറ്റുള്ള സ്ഥലത്ത് 3 പേര്, ഒരു വീട്ടിൽ 3 MP. ഇനി പുറമേ ഇനിയിപ്പം അളിയനും കൂടെ എപ്പോൾ കയറണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതും കൂടെ ആകുമ്പോൾ 4 പേരാവും. ആ രീതിയിലേക്കാണ് പരിവാർ കുടുംബം പോകുന്നത്. ജനങ്ങൾ നികുതി അടയ്ക്കുന്നത് ഈ കുടുംബത്തിന്റെ ചെലവ് നോക്കാനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം MP ആയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവരുടെ ജീവിതകാലം മുഴുവനുള്ള ചികിത്സ, മറ്റ് സൗകര്യങ്ങൾ, പിന്നെ അവരുടെ സ്പൗസിനുള്ളതും കുടുംബത്തിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഒക്കെ ഈ സർക്കാരിൻ്റെ, ഈ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം അവർ ഉണ്ടാക്കിയിടുകയാണ് തീർച്ചയായിട്ടും. അതിന് പുറമെയാണ് നാഷണൽ ഹെറാൾഡ് പോലുള്ള വലിയ വലിയ അട്ടിമറികൾ നടത്തുന്നതും എന്നുള്ളതാണ് BJP-കാരുടെ വാദം. രാഹുൽ ഗാന്ധിയുടെ തല കണ്ടതിന് ശേഷമാണോ ഈ കോൺഗ്രസ് പാർട്ടി ഇത്രയും വലിയ പരാജയത്തിലേക്ക് പോകുന്നത്? തലയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. തല കണ്ടതുകൊണ്ടല്ല. തല കണ്ട് ആദ്യമൊക്കെ ആള് കൈയടിക്കുകയും വോട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം ആരും കൂടുതൽ ഗവനിക്കാത്തത്. ഇന്ത്യ മുന്നണിക്കകത്ത് പോയി. അതാണ് ഏറ്റവും ഗതികേട്. ഇന്ത്യ മുന്നണി അവരുടെ ടോപ്പ് ലീഡറായിട്ട് വെച്ചിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി വച്ചിരിക്കുന്നതാണ്. തേജസ്വി ബീഹാറിൽ ഇലക്ഷന് മുമ്പേ പറഞ്ഞതാണ്, ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പം അച്ഛനും മോനും കൂടെ, തേജസ്വിയും പറയുന്നുണ്ട്, ലാലുവും പറയുന്നുണ്ട്, ഇപ്പം എടുത്ത് ദൂരെ കളഞ്ഞോണം, ഇനി മമതയാണ് അവിടെ കൊണ്ടിരുത്തേണ്ടത്, ഇതിനെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലയെന്ന് ഈ ഇലക്ഷന് ഒരു 2 ആഴ്ച മുമ്പേ പറഞ്ഞത്, 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ അവർ തിരുത്തിയിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ ആൾ പ്രധാനമന്ത്രി ആകണം, അതിൻ്റെ കാൻഡിഡേറ്റ് ഇതാണെന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞങ്ങളുടെ മുന്നണി പോലും നയിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ തന്നെ എടുത്ത് കളയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് അവസ്ഥയിലാണ് ഈ കുടുംബം ചെന്നെത്തിയിരിക്കുന്നത്, രാഹുൽ ഗാന്ധി ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കകത്ത് പേരില്ലാതായിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം നയിക്കുന്ന മുന്നണിക്കകത്ത് പേരില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പുറമെ ഇപ്പം ഗുരുതരമായ ഒരു കേസും കൂടെ വന്ന് വിട്ടിരിക്കുകയാണ്. ഈ പോകുന്നതല്ല, രവിശങ്കർ പ്രസാദ് പറയുന്ന പോലെ ഇത് പണ്ടേ ഉള്ള കേസാണ്, നരേന്ദ്രമോദി വരുന്നതിന് മുമ്പേ ഉള്ള കേസാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒന്നും ഇതിനകത്ത് വലിച്ചിടണ്ട, നിങ്ങൾ അതിന് പകരം തെളിവുകൾ കൊടുക്കുക, എന്നിട്ട് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക, അതാണ് വേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ? ഇനി ആസാമായാലും കേരളമായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള സമയത്ത് മോദി ഉൾപ്പെടെയുള്ളവർ അറിയാമല്ലോ, ചെറിയൊരു വിഷയം കിട്ടിയാൽ തന്നെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിക്കാനുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ ഈ അഴിമതി കഥകൾ സ്വാഭാവികമായി തന്നെ ജനങ്ങളിലേക്ക് എത്തില്ലേ? ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് അവർ എടുത്തിട്ടുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഉടനെ തന്നെ തുടങ്ങാനിരിക്കുന്ന ശീതകാല പാർലമെൻറ്റ് സമ്മേളനത്തിൽ വന്ന് നാടകം കളിക്കരുത് എന്ന് നരേന്ദ്രമോദി വാൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇലക്ഷന് ജയിച്ചില്ല, ബീഹാറിൽ തോറ്റു, ഇനി മറ്റു പലയിടത്തും തോൽക്കുമെന്നുള്ളതിന് പാർലമെൻറ്റിൽ വന്ന് നാടകം കളിച്ച് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. അതിനാണെങ്കിൽ കളി പൂട്ടിക്കും. ഇനി ജയിക്കാനുള്ള തന്ത്രം വല്ലതും പറഞ്ഞു തരണമെങ്കിൽ അത് ഞങ്ങൾ വല്ലതും പറഞ്ഞു തരാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭംഗ്യന്തരേണ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഈ നാടകം കളിയൊന്നും വേണ്ട, ആ പരിപാടിക്ക് വന്ന് പാർലമെൻറ്റിനകത്തും പുറത്തും നിങ്ങളെ ഈ ചെമ്പ് പുറത്താക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.